ഇന്നിപ്പോൾ എൻ്റെ കൂടെയുള്ളത് മോൺസി അല്ലേ, കോട്ടയത്തല്ലേ? ഇവിടെ അതെ അതെ, കോട്ടയം. ആദ്യമായിട്ട് നമ്മുടെ മരീന റോഡിൽ വന്നത് നമ്മുടെ മനോരമയുടെ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്തതിന് ശേഷം അതെ അതെ അതെ. അപ്പൊ അന്ന് വരുമ്പോഴേ 2021 അല്ലേ, അന്ന് വരുമ്പോ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരീരം മുഴുവനും, അതായത് എൻ്റെ ഈ തലമുടി ഒഴിച്ച് ബാക്കി താഴേക്ക് മുഴുവനും എനിക്ക് വേദന മാത്രമല്ല, വേദനയും കഴക്കിലും, അസഹ്യമായ കഴക്കിലും. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം കാര്യങ്ങൾ പോലും എനിക്ക് തന്നെ ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരുന്നു. പലപ്പോഴും എൻ്റെ തലമുടി ചെയ്തരാനും ഡ്രസ്സ് ഇടിയിപ്പിക്കാനും ഒക്കെ മകളെ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാനൊന്ന് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് എഴുന്നേൽക്കാൻ ഭയങ്കര വേദന, ശരീരം മുഴുവനും വേദനയും കഴക്കലും, എങ്ങനെ എഴുന്നേക്കും എന്നോർത്തുകൊണ്ടിരുന്നിട്ട് പിന്നെ വളരെ ബുദ്ധിമുട്ടി അങ്ങോട്ട് എഴുന്നേക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂറോ അല്ലെ അരമണിക്കൂർ മിനിമം എങ്കിലും എനിക്ക് എവിടെയെങ്കിലും ഒന്നിരിക്കണം. പിന്നെ അവിടുന്ന് പതുക്കെ എഴുന്നേറ്റ് ഒന്ന് പിടിച്ച് ഒരു 10 കാച്ചോടൊക്കെ ഒന്ന് നടന്നു കഴിയുമ്പോൾ ഒരു അല്പം ഉണർവ് പോലെ തോന്നാം. നേരം എന്തെങ്കിലുമൊക്കെ ഒന്നും എടുത്ത് തിരിച്ച് പറിച്ചൊക്കെ വെച്ച് അങ്ങനെ അത് പിന്നെ ഒത്തിരി നാളായി കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും പോയി ഒന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ ഇതിനോടകം ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു 10-35 ഡോക്ടർമാരെങ്കിലും കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ആയുർവേദമുണ്ട്, അലോപ്പതി ഉണ്ട്. അലോപ്പതി തന്നെ ഫിസിഷ്യൻ തൊട്ട്, ഫിസിഷ്യനെ കണ്ടു, ഓർത്തോ കണ്ടു, ന്യൂറോ കണ്ടു. പിന്നെ ആയുർവേദത്തിലെ തന്നെ പല ഡോക്ടർമാരും, പ്രശസ്തരായ പല ഡോക്ടർമാരെയും കണ്ടു. പക്ഷെ അതൊന്നും എനിക്ക് വേണ്ടത്ര അങ്ങോട്ട് പ്രയോജനപ്പെട്ടില്ല. എന്നാൽ എനിക്ക് തോന്നുന്നത് ഇതിപ്പം ഒരു 10-20 വർഷത്തോളമായി. അപ്പം അത് നന്നായിട്ട് അങ്ങ് പഴകി ശരീരം നന്നായിട്ട് നീര് വെച്ച് ആ കല്ലച്ച് കിടക്കുന്നത് കൊണ്ടാകാം പെട്ടെന്ന് എനിക്കതൊരു ഫലം ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനാണ് ഞാനിങ്ങനെ എൻ്റെ ആങ്ങളെയാണ് പറഞ്ഞത്, ഇപ്പം ഇങ്ങനെ ഒരു വെബിനാർ അവൻ കൂടി. അപ്പോൾ അവൻ കൂടിയപ്പം പറഞ്ഞു, സാറിനെ ഒന്ന് വിളിക്കുക, അപ്പോൾ ഒന്ന് സംസാരിച്ച് നോക്ക്. അപ്പം അങ്ങനെയാണ് ഞാൻ സാറിനെ വിളിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു MRI ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടം വരെ ഒന്ന് വന്ന് കാണണം. അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ ഉടനെ തന്നെ ഇങ്ങോട്ട് വന്ന് സാറിനെ കണ്ട് സംസാരിച്ചു. അപ്പം സാറ് പറഞ്ഞു, അപ്പോൾ നമുക്ക് ഡിസ്കിൻ്റെത് എന്തായാലും എത്ര വർഷം പഴകിയതാണെങ്കിലും നമുക്കത് ട്രീറ്റ്മെൻറ്റിലൂടെ ശരിയാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഉറപ്പ് കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു പ്രതീക്ഷയായി. അപ്പോൾ മനസ്സിന് തന്നെ ഒരു സന്തോഷം തോന്നി. അപ്പോൾ പിന്നെ ഉടനെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ തയ്യാറായി. അടുത്ത ആഴ്ച തന്നെ നമ്മൾ അഡ്മിറ്റായി.